ഹായ്, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഹിസ്റ്ററിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 12 ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി 9. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 12. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. കറൻ്റ്ലി 12 ഷെഡ്യൂളെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്യാം. അതായത് അഡോപ്റ്റ് ചെയ്ത സമയത്ത്, അതായത് ഇൻ 1949 ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 8 ഷെഡ്യൂൾ. 8 ഷെഡ്യൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 9th ഷെഡ്യൂൾ, അതുപോലെ തന്നെ 10th ഷെഡ്യൂൾ, പിന്നെ 11th ഷെഡ്യൂൾ, 12th ഷെഡ്യൂൾ, ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് ഓരോരോ അമെൻമെൻറ്റ് പ്രകാരമാണ്. അപ്പോൾ അത് ഏതൊക്കെ അമെൻമെൻ്റ് ആണ്, അത് ഏത് വർഷമാണ് ഈ അമെൻമെൻറ്റ് പാസ്സാക്കിയത്, അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 9th ഷെഡ്യൂൾ ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരമാണ്. വർഷം ഒന്ന് നോട്ട് ചെയ്യുക, 1951. ഫസ്റ്റ് അമെൻമെൻറ്റ് 1951. അതുപോലെ തന്നെ ഈ 10th ഷെഡ്യൂൾ പാസ്സാക്കിയിരിക്കുന്നത് 52nd അമെൻമെൻറ്റ് 1985. അതുപോലെ 11th ഷെഡ്യൂൾ 73rd അമെൻമെൻറ്റ് പാസ്സാക്കിയ വർഷം 1992. പിന്നെ 12th ഷെഡ്യൂൾ പാസ്സാക്കിയ വർഷം 1992 തന്നെയാണ്. പക്ഷേ അത് 74ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ്. അപ്പോൾ എന്താ ഈ 9th ഷെഡ്യൂൾ, എന്താ ഈ 10th ഷെഡ്യൂൾ, എന്താ ഈ 11th ഷെഡ്യൂൾ, എന്താ ഈ 12th ഷെഡ്യൂൾ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ 9th ഷെഡ്യൂളിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ലാൻഡ് റിഫോംസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ സമീന്ദാരി ആക്ട്സിനെ കുറിച്ചും ആണ്. ലാൻഡ് റിഫോംസ് ആൻഡ് സമീന്ദാരി ആക്ട്സ്. അതുപോലെ തന്നെ ഈ 10th ഷെഡ്യൂളിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോയിനെ പറ്റിയാണ്. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുമ്പോഴത്തേക്കും കൂറുമാറ്റ നിരോധന നിയമം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. 10th ഷെഡ്യൂൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ. 11th ഷെഡ്യൂൾ മെയിനായിട്ട് പറയുന്നത് പഞ്ചായത്തുകളെ പറ്റിയാണ്. പഞ്ചായത്ത്. അതുപോലെ തന്നെ 12th ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റീസിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഈ ഷെഡ്യൂൾ സെർവ് ആസ് അപ്പൻഡിസിസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ അപ്പൻഡിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അനുബന്ധങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഹാസ് ഏരിയാസ് ഗവേൺഡ് അണ്ടർ ദ 6th ഷെഡ്യൂൾ? അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ത്രിപുര, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ത്രിപുര. അപ്പോൾ നമ്മൾ എന്താണ് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 6th ഷെഡ്യൂൾ മെയിനായിട്ട് പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള കുറച്ച് ട്രൈബൽ ഏരിയസും പിന്നെ ആ ട്രൈബൽ കൾച്ചറിനെ കുറിച്ചാണ് മെയിൻലി ഈ 6th ഷെഡ്യൂളിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഏതൊക്കെയെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇമ്പോർട്ടൻ്റ് ആണ്. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഈ നാഗാലാൻഡിന് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട് അണ്ടർ ആർട്ടിക്കിൾ 371A. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നാഗാലാൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആർട്ടിക്കിൾ 371A. പിന്നെ നമുക്കറിയാം ഈ 6th ഷെഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊവൈഡ്സ് ഫോർ ഓട്ടോണോമസ് അഡ്മിനിസ്ട്രേഷൻ ടു പ്രൊട്ടക്ട് ട്രൈബൽ കൾച്ചർ. അപ്പോൾ ഇതൊന്നും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which of the following subjects falls under concurrent list in the Indian Constitution? അപ്പോൾ നമുക്കറിയാം കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ് എന്താണ്, പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ പോലീസ്,
അതുപോലെ തന്നെ ഓപ്ഷൻ ബി ക്രിമിനൽ മാറ്റർ, ഓപ്ഷൻ സി റേഡിയോ ആൻഡ് ടെലിവിഷൻ, ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി ഫോറിൻ അഫയേഴ്സ്. ഇതിന് ശരി ഉത്തരം വരുന്നത് ക്രിമിനൽ മാറ്റേഴ്സ്. ഈ ക്രിമിനൽ മാറ്റേഴ്സ് ആണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. പോലീസ് ഈസ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്. നെക്സ്റ്റ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. റേഡിയോ ആൻഡ് ടെലിവിഷൻ ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അതുപോലെ തന്നെ ഫോറിൻ അഫയേഴ്സും ഓൾസോ ഇൻ യൂണിയൻ ലിസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്രിമിനൽ മാറ്റർ മാത്രമാണ് ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ബാക്കി ഈ പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റും പിന്നെ റേഡിയോ ആൻഡ് ടെലിവിഷനും ഫോറിൻ അഫയേഴ്സും യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ആർട്ടിക്കിൾ ഡിഫൈൻസ് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്? ഏത് ആർട്ടിക്കിളാണ് സ്റ്റേറ്റിനെ പറ്റിയും യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയും ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 3, ആർട്ടിക്കിൾ 239, നെക്സ്റ്റ് ആർട്ടിക്കിൾ 249. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 1. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ആർട്ടിക്കിളിനെ പറ്റിയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ആർട്ടിക്കിൾ 3 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഡീൽസ് വിത്ത് ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 3 ഡീൽസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ സ്റ്റേറ്റ്സുകൾ ഫോർമേഷൻ ചെയ്യുന്നത് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ്. അപ്പോൾ അതാണ് അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ആർട്ടിക്കിൾ 239 ഡീൽസ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 240 ഡീൽസ് വിത്ത് ദ പ്രസിഡന്റ് പവർ ടു മേക്ക് സെർട്ടൈൻ റെഗുലേഷൻസ് ഫോർ ദ സെർട്ടൈൻ യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പറയുമ്പോഴത്തേക്കും പ്രസിഡന്റിന്റെ അധികാരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ യൂണിയൻ ടെറിട്ടറീസിൽ ഈ റെഗുലേഷൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ആർട്ടിക്കിൾ 240 കൊണ്ട് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. ഇൻ വിച്ച് സെഷൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഔട്ട്ലൈൻഡ്? പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. ഓക്കെ, അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് പാർട്ട് 3. അപ്പോൾ നമുക്ക് ഈ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 4ഉം എന്തൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അതുപോലെ തന്നെ പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു. പാർട്ട് 2 ഈസ് സിറ്റിസൺഷിപ്പ്. നെക്സ്റ്റ് പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മൾ നേരത്തെ പഠിച്ചു. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആൻഡ് ലാസ്റ്റ് പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ക്യാൻ ദ പ്രസിഡന്റ് ഡിക്ലെയർ എ എമർജൻസി? ആർട്ടിക്കിൾ 360, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 352 ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 365. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 352. അപ്പോൾ അണ്ടർ ആർട്ടിക്കിൾ 352 പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ എ എമർജൻസി. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ആർട്ടിക്കിൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി. പിന്നെ ആർട്ടിക്കിൾ 352 നമ്മൾ നേരത്തെ പഠിച്ചു, നാഷണൽ എമർജൻസി. ഇന്ത്യയിൽ നാഷണൽ എമർജൻസി 3 തവണയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ആ വർഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1961, 1971, 1975. ഈ ഒരു 3 വർഷമാണ് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
Okay, next question, question number 7. Which of the following article of Indian Constitution states that there shall be a vice president? Article 62, Article 63, Article 68 and last option D, Article 65. അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് ആർട്ടിക്കിൾ 63 ആണ്. അപ്പോൾ ബാക്കിയുള്ള ആർട്ടിക്കിൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ആർട്ടിക്കിൾ 63 there shall be a vice president. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതായിരുന്നു ആർട്ടിക്കിൾ 63 there shall be a vice president, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 64 എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് ഈ വൈസ് പ്രസിഡന്റ് സെർവ് ആസ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 66 ഇലക്ഷൻ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഡീൽസ് വിത്ത് ദ ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 65 നോട്ട് ചെയ്യുക, വൈസ് പ്രസിഡന്റ് ആക്ടിങ് ആസ് എ പ്രസിഡന്റ് ഇല്ലാത്ത പക്ഷം വൈസ് പ്രസിഡന്റ് ആയിരിക്കും പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഇരിക്കുക. അതിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ 65. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, 8th question. Who served as Prime Minister of India from 1991 to 1996? ഓപ്ഷൻ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ചരൺ സിംഗ്, ഗുൽസാരിലാൽ നന്ദ, രാജീവ് ഗാന്ധി, PV നരസിംഹറാവു. ഇതിന് ശരിയുത്തരം വരുന്നത് PV നരസിംഹറാവു. ഓക്കെ, അപ്പോൾ ഈ ചരൺ സിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് സെർവ് ചെയ്ത ഇയർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. 1979 to 1980 വരെ ചരൺ സിംഗ് നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി 1984 to 1989. നെക്സ്റ്റ് ഗുൽസാരിലാൽ നന്ദ 2 times ഇരുന്നിട്ടുണ്ട്, 1964 and 1966. അത് മാത്രമല്ല നമ്മുടെ ഈ PV നരസിംഹറാവു ഈസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഫ്രം സൗത്ത് ഇന്ത്യ. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. PV നരസിംഹറാവു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഫ്രം സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് PV നരസിംഹറാവു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. Who act as a chairperson during a joint meeting of both houses of parliament? President, Prime Minister, Lok Sabha Speaker and last option D, Rajya Sabha Chairperson. അപ്പോൾ ഇതിന് ശരി ഉത്തരം ലോക്സഭ സ്പീക്കർ. ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. ഈ ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ആർട്ടിക്കിൾ 108 ജോയിന്റ് സിറ്റിംഗ്, ആർട്ടിക്കിൾ 108. ഇപ്പോൾ സ്പീക്കർ ജോയിന്റ് സിറ്റിങ്ങിൽ ആബ്സെൻ്റ് ആണെങ്കിൽ, ജോയിന്റ് സിറ്റിങ്ങിൽ ചെയർപേഴ്സണായിട്ട് സ്പീക്കർ ഇപ്പോൾ ജസ്റ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും പ്രിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ ചെയർപേഴ്സണായിട്ട് വരുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ആയിരിക്കും. അത് മാത്രമല്ല, ഈ ചെയർമാൻ ഓഫ് രാജ്യസഭ ഒരിക്കലും ജോയിന്റ് സിറ്റിങ്ങിൽ ചെയർപേഴ്സൺ ആവില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചെയർമാൻ ഓഫ് രാജ്യസഭ അല്ലെങ്കിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് നോട്ട് എ മെമ്പർ ഓഫ് ബോത്ത് ഹൗസസ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒരിക്കലും ചെയർമാൻ ഓഫ് രാജ്യസഭ ജോയിന്റ് സിറ്റിങ്ങിൽ ചെയർപേഴ്സൺ ആവത്തില്ല, അതായത് അധ്യക്ഷം വഹിക്കത്തില്ല. അതായത് ബിക്കോസ് ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ബോത്ത് ഹൗസസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. Which schedule of the Constitution contains provisions for the disqualification of legislators under the anti-defection law? അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 9th ഷെഡ്യൂൾ, 11th ഷെഡ്യൂൾ, 10th ഷെഡ്യൂൾ ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ 8th ഷെഡ്യൂൾ. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് 10th ഷെഡ്യൂൾ. ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. ആ ഷെഡ്യൂൾ കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. 10th ഷെഡ്യൂൾ. 8th ഷെഡ്യൂൾ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇന്ത്യയിലിപ്പോൾ നിലവിൽ 22
ലാംഗ്വേജസ്, ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്, അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ 9th ഷെഡ്യൂൾ ജുഡീഷ്യൽ റിവ്യൂസിനെ കുറിച്ച് പറയുന്നു, ജുഡീഷ്യൽ റിവ്യൂസ്. പിന്നെ 11th ഷെഡ്യൂൾ പഞ്ചായത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഷെഡ്യൂളാണ് 11th ഷെഡ്യൂൾ. ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.